ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് ആയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഈർക്കിൽ വെച്ചിട്ട് ചൂലുണ്ടാക്കലുണ്ടല്ലോ. അപ്പോൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കെട്ടി കയറൊക്കെ പൊട്ടിയിട്ട് അതിൽ നിന്ന് ഓരോ ഈർക്കിലായിട്ട് പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡ് വെച്ചിട്ട് ചൂലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നല്ല നീറ്റായിട്ട് തന്നെ ചൂല് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ച ഈർക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈർക്കിലെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. സാധാരണ നമ്മൾ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പോലെ എടുക്കുക. അപ്പോൾ ഞാൻ എന്താ 2 ചൂലിനുള്ള ഈർക്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ബാക്കി പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ 7-അപ്പിൻ്റെയോ പെപ്സിൻ്റെയോ ഒക്കെ 500 ml ഒരു ബോട്ടിൽ എടുത്തിട്ട്, അപ്പോൾ ഈ ബോട്ടിലിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഓരോ കാൽഭാഗം ഉണ്ടാകുമല്ലോ, അതിന് ഓരോന്നും ആ തള്ളി നിൽക്കുന്ന ഭാഗം ഓരോന്നും ഹോളാക്കിയിട്ട് ചെത്തി കൊടുക്കുക. കത്തി വെച്ചിട്ടോ ബ്ലേഡ് വെച്ചിട്ടോ എങ്ങനെ നിങ്ങൾ സൗകര്യം പോലെ ചെത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓരോ ഹോൾസിലൂടെയും നമുക്ക് താഴേക്ക് ഈർക്കിൽ നനച്ചു കൊടുക്കണം. അതായത് ഈർക്കിളിൻ്റെ താഴെ ഭാഗം കുപ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഫില്ലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതപ്പോൾ ഞാനെല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ ഓരോ ഹോളിലൂടെയും ഫില്ല് ചെയ്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേറൊരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചെത്തി കൊടുക്കുക. അത് നമ്മുടെ ഈ ഒരു പിടുത്തം വരുന്ന ഭാഗത്ത് ഒന്നും കൂടെ സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതായി കുപ്പീൻ്റെ 2 ഭാഗവും കട്ട് ചെയ്തിട്ട് ചൂലിൻ്റെ മുൻഭാഗം ഇതിനുള്ളിലൂടെ കവർ ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ട കുപ്പിയോട് ചേർന്ന് ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു മെത്തേഡ് വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ചൂടാക്കുമ്പോൾ നമ്മൾ ഒരു നനഞ്ഞ കട്ടിയുള്ളൊരു ക്ലോത്ത് കൂടെ വെക്കണം. എന്നിട്ട് ഈ ചൂടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ക്ലോത്ത് വെച്ചിട്ടൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അത് അവിടെ അമർന്ന് ലോക്കായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനെല്ലാം ചൂടാക്കി ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈർക്കിളൊക്കെ അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് മുറുകി നിൽക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഈർക്കിൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂലിൽ നിന്ന് വേറിട്ട് പോരില്ല. ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡും ബോട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. നേരത്തെ നമ്മൾ കുപ്പിൻ്റെ ഓരോ ഭാഗവും ചെത്തി കളഞ്ഞതായിരുന്നല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ചെത്തിയിട്ട് അതിലേക്ക് ചൂല് കംപ്ലീറ്റ് ആയിട്ട് ഓരോരോ ഹോൾസ് അല്ലാതെ ഈ മുഴുവനായിട്ട് ഇതിലേക്ക്, അതായത് ബോട്ടിലിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ആ വായഭാഗം താഴേക്ക് വരുന്ന രീതിയിൽ ചൂല് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ രണ്ടാമത്തെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ 2 എൻഡും കട്ട് ചെയ്ത് ഇതിലേക്ക് ആദ്യത്തെ ബോട്ടിലേക്ക് ഇറക്കി സെക്യൂർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ബോട്ടിലുള്ള കവറൊക്കെ കളയുന്നത് നല്ല കേട്ടോ. ഞാൻ അതൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ ഉരുകി പോരുന്നതായിരിക്കും. ഇനി നേരത്തെ ചെയ്ത പോലെ ചൂടാക്കുക. ഓരോ പ്രാവശ്യം ചൂടാക്കുമ്പോഴും നനഞ്ഞ കട്ടിലെ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അതിൽ അമർന്ന് നിൽക്കുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി വരുന്നതിനനുസരിച്ച് ഈ പ്ലാസ്റ്റിക് ചൂലിൽ അമർന്നിട്ട് നല്ല ടൈറ്റായി സെക്യൂറായിട്ട് നിൽക്കും. അപ്പോൾ ഇതാ നമ്മൾ 2 ചൂലും ഇതുപോലെ 2 മെത്തേഡും നല്ല യൂസ്ഫുള്ളാണ്. അതായത് ഇനി ഇതിൻ്റെ ഈ ചൂലിൻ്റെ ഈ എൻഡ് ഭാഗമൊക്കെ നീണ്ടു നിൽക്കുന്ന എൻഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഞാനിങ്ങനെ 4 ചൂല് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ലെങ്ത്തുള്ള 4 ചൂല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തേ കേട്ടോ. അപ്പോൾ നല്ല സെക്യൂർ ആയിട്ടുള്ള ഈർക്കിളൊന്നും ഊരി പോരാത്ത നല്ല ടൈറ്റ് ആയിട്ടുള്ള ചൂല് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നമ്മൾ സാധാരണഗതിയിൽ ചൂലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ ഈർക്കിളും ടൈറ്റാക്കി ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൂല് വലിച്ച് കെട്ടി ടൈറ്റ് ആക്കണം. എന്നാൽ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ആ നൂല് പൊട്ടിപ്പോരും, അതല്ലെങ്കിൽ ഈർക്കിൾ അതിനുള്ളിൽ നിന്ന് ഓരോന്നായിട്ട് ചാടിപ്പോരൊക്കെ ചെയ്യും. ഇതുപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കിട്ടാത്തവരാരും ഉണ്ടാവില്ല വീട്ടിലെപ്പോഴും ഓരോ വെള്ളമൊക്കെ വാങ്ങുന്നവർ. അപ്പോൾ ഇനി അതൊന്നും കളയാതെ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.